Yes, let's invite our chairman. പറയുമ്പോൾ ഒരു കാര്യം കൂടെ വിളിക്കുമ്പോൾ പറയേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കറിയാം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്, നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ സാധാരണയായിട്ട് പൊതുവെ അവാർഡുകൾ തീരെ താല്പര്യമില്ലാത്ത ഒരുപാട് എന്താ പറയാ ആ ഒരു ഭൂമിക്കൊന്നും ഇഷ്ടമല്ലാത്ത ഈ ഒരു വ്യക്തി, ആ ഒരു ഡെസിഗ്നേഷൻസ് ഇഷ്ടമല്ലാത്ത വ്യക്തി ഇന്ന് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന, കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് KSS എന്താണെന്നറിയോ? കിസാൻ സർവീസ് സൊസൈറ്റി. യെസ്, കിസാൻ സർവീസ് സൊസൈറ്റിയുടെ അത് ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. 12ഓളം രാജ്യങ്ങളിൽ നിന്നും 4 ലക്ഷത്തിലധികം മെമ്പേഴ്സ് ഉള്ള ഒരു ഓർഗനൈസേഷൻ. യെസ്, അതിൽ ഫൗണ്ടർ ഡയറക്ടേഴ്സ് ആയിട്ട് 8 പേരുണ്ട്. 9ാമനായി ഇന്ന് കിസാൻ സർവീസ് സൊസൈറ്റിയുടെ 9ാമത്തെ ഫൗണ്ടർ ഡയറക്ടറായിട്ട് ഇന്ന് നമ്മളുടെ ചെയർമാനെ, ഈ ഒരു സമയങ്ങളിലായി നമ്മുടെ ചെയർമാനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സോ ലെറ്റ്സ് ടുഗദർ ഇൻവൈറ്റ് കിസാൻ സർവീസ് സൊസൈറ്റി ഫൗണ്ടർ ഡയറക്ടർ കിസാൻ നിസാൻ അബൂബക്കർ. ലെറ്റ്സ് ടുഗദർ ഇൻവൈറ്റ് all 3 chairman and the founder director of Kisan Service Society. Yes, good afternoon. എല്ലാവരും ഭയങ്കര ഗൗരവത്തിലാണല്ലോ. പുതിയ പ്രൊജക്ട് അറിയാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അറിയാനുള്ള ആകാംക്ഷയോടെ നമ്മുടെ ഗൗരവത്തിലേക്ക് എല്ലാവരും ഫ്രീ ആയിട്ട് ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? യെസ്. അപ്പോ തൊട്ട് മുമ്പ് ലിന്റെ ഒരു കാര്യം പറഞ്ഞു. KSS എന്ന് പറയുന്നത് കിസാൻ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. 12 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. 4 ലക്ഷത്തിലധികം മെമ്പേഴ്സുള്ള ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അത് വയനാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കുറച്ച് പേര് അതിലുണ്ട്, നാഷണൽ ഡയറക്ടേഴ്സിൽ. അപ്പൊ അതില് എന്നെ ഇതിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ലിൻഡു പറഞ്ഞ പോലെ തന്നെ പൊതുവെ ഒരു ഇത്തിരി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പൊതുവെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിലും മുൻനിരയിലേക്ക് വന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ എപ്പോഴും MD ഏൽപ്പിക്കാറുള്ളത്. അല്ലെങ്കിൽ MD ആണ് അതിന് പറ്റിയ ആള്. കറക്റ്റ് അല്ലേ പറഞ്ഞു? യെസ്. പക്ഷെ ഇത് പറഞ്ഞു വന്നപ്പോ കൃഷിയുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം. കൃഷി മാത്രമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ അത്യാവശ്യം വേണ്ട കൃഷികളൊക്കെ വീട്ടിൽ ചെയ്യാറുണ്ട്. വലിയ രീതിയിലല്ല,